ഏവർക്കും സുപ്രഭാത്. ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ ലഭിച്ചു. ആ പെൺകുട്ടിയോട് അവന് സ്നേഹമായി. ഇങ്ങനെ അവൻ്റെ അമ്മയുടെ മരണദുഃഖം മാറി എന്നാണ് അവൻ്റെ വിവാഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റിബേക്ക ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ എത്തിയപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനയായിരുന്ന അമ്മയുടെ ആ മരണത്തിൻ്റെ ദുഃഖം എന്നേക്കും അകന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. സാറാ മരിക്കുമ്പോൾ ഇസഹാക്കിന് 37 വയസ്സുണ്ട്. ഏകദേശം 40 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കുകയാണ്. വാസ്തവത്തിൽ റിബേക്കയുടെ സാന്നിധ്യം ആ വലിയ അമ്മയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്നും ഇസഹാക്കിനെ രക്ഷിച്ചു. വാർദ്ധക്യത്തിൽ ലഭിച്ച മകനായതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഏറെ വാത്സല്യം അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഇസഹാക്ക്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ സാറ എന്ന് പറയുന്ന ഇസഹാക്കിന്റെ മാതാവ് എങ്ങനെയായിരുന്നുവോ ആ മകനോട് ഇടപെട്ടത്, അതുപോലെ മനസ്സുള്ള ആ സാഹചര്യത്തെ അറിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് റിബേക്ക ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അമ്മയുടെ മരണദുഃഖം എന്നേക്കും അവനിൽ നിന്ന് മാറുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസത്തിനും സന്തോഷത്തിനും കാരണമായിട്ട് തീരട്ടെ. നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആളുകൾ ദുഃഖിക്കുകയല്ല വേണ്ടിയത്, മറിച്ച് നമ്മുടെ സാന്നിധ്യം അനേകരുടെ ദുഃഖം മാറ്റുവാൻ ഇടയായിട്ട് തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്. ഇന്ന് പകലിൽ അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കുമാറാകും.